സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി ഒത്തുചേർന്ന് കേരളം. വധശിക്ഷയ്ക്ക് 4 ദിവസം മാത്രം ശേഷിക്കെ മോചനദ്രവ്യമായി നൽകേണ്ട 34 കോടി രൂപയും സ്വരൂപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, കുറച്ച് ദിവസങ്ങളായി കേരളം ഒന്നിച്ചു നിന്ന് ഒരു ദൗത്യമാണ്. 34 കോടി പോലെ അതിഭീമമായൊരു തുക ഏതാനും ദിവസങ്ങൾ കൊണ്ട് കേരളം ഒത്തുചേർന്ന് നേടിയെടുത്തു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനന്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലൊരു ക്രൗഡ് ഫണ്ടിങ് നടന്നു വരികയാണ്. ജയിലിൽ കഴിഞ്ഞ 18 വർഷമായി കഴിയുന്ന അബ്ദുൾ റഹീമിനായി വലിയ തോതിലുള്ള സഹായ ഹസ്തങ്ങളാണ് ഇപ്പോൾ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂർ അടക്കം ഈ ഒരു ധനസമാഹരണത്തിനായി മുന്നോട്ട് വരികയും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരുവുകൾ തോറും നടന്നുകൊണ്ട് ഇത്തരത്തിൽ ഫണ്ട് സമാഹരിക്കുന്ന വിവിധതരം മാർഗങ്ങളൊക്കെ തന്നെ അവലംബിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സംഘടനകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള ധനസമാഹരണ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഫലമായിക്കൊണ്ട് ഈ 34 കോടി രൂപ വെറും ഏകദേശം 3-4 ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള ഒരു പ്രചാരണവും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വലിയ തോതിലുള്ള പ്രചരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനായി തന്നെ ഈ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിനായി തന്നെ ഒരു ആപ്പും സജ്ജീകരിച്ചിരുന്നു. ഇതിൻ്റെ സന്നദ്ധ സംഘടനകൾ സജ്ജീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ധനസമാഹരണത്തിലേക്ക്, അതിൻ്റെ വിജയത്തിലേക്ക് കൃത്യമായും തന്നെ എത്തിയിരിക്കുന്നത്. കേരള സമൂഹത്തിൻ്റെ തന്നെ ഒരു ഒത്തൊരുമയുടെ ഒരു വിവരങ്ങൾ കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കൃത്യമായും തന്നെ കേരള സമൂഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിനൊപ്പം നിന്നുകൊണ്ട് ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി വലിയ തോതിലുള്ള സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ 18 വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ്. 2006-ലാണ് ഇത്തരത്തിൽ ഈ ഒരു കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത്. അതായത് അബ്ദുൾ റഹീമിനായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്പോൺസറുടെ മകനെ ശുശ്രൂഷിക്കുന്ന ഒരു ചുമതലയായിരുന്നു ഈ അബ്ദുൾ റഹീമിനുണ്ടായിരുന്നത്. ഈ അബ്ദുൾ റഹീം ഈ ഒരു കുട്ടിയെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നതിനിടയിൽ ഈ കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ പോകുന്ന വഴിയിൽ ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അരയ്ക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ശരീരം തളർന്നിരിക്കുന്ന ഈ കുട്ടിയെ വിവിധ ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ ശ്വസനവും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ ഈ കുട്ടിക്ക് നൽകുന്നത് ഈ ഒരു ഉപകരണങ്ങളിലൂടെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ ഈ കാറിൽ പോകുന്ന വഴിയിൽ ഈ കുട്ടിയുടെ ഈ ഉപകരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ തട്ടുകയും അങ്ങനെ ഈ കുട്ടി ബോധരഹിതനാകുകയും പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഈ സൗദി പോലീസ് ഈ അബ്ദുൾ റഹീമിനെ കൊലക്കുറ്റം ചുമത്തി ജയിലിലടക്കുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. എന്നാൽ പുറം ലോകം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ അറിഞ്ഞതിന് ശേഷം ഈ ഏപ്രിൽ 16 കൂടി തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാകും. അതിന് മുമ്പായി ഈ രക്ഷാദൗത്യം എങ്ങനെ നടത്തും എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ കുടുംബവുമായുള്ള നിരന്തരമായി ഈ കുടുംബവുമായുള്ള അഭ്യർത്ഥനകൾ മൂലം അങ്ങനെ കൃത്യമായും തന്നെ ഈ കുടുംബം തങ്ങൾക്ക് ഇത്തരത്തിൽ മോചനദ്രവ്യം നൽകുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഈ പണം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോചനത്തിനായുള്ള കാര്യങ്ങൾ തങ്ങൾ നൽകാം, അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള നടപടികൾ തങ്ങൾ സ്വീകരിക്കാം എന്നുള്ളൊരു കാര്യം ഈ കുടുംബം അറിയിക്കുകയും അതനുസരിച്ച് കൊണ്ടാണ് ഈ ഒരു 34 കോടി രൂപ ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെ നമ്മൾ മുമ്പും ഇതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലയിലേക്ക് ഇത്രയും വലിയൊരു തുക അത് സമാഹരിച്ചു കൊണ്ട് പോകുന്ന
ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായും തന്നെ ഒരു കേരളത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറി, കേരള സ്റ്റോറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിദ്വേഷ പ്രചരണങ്ങൾക്കിടയിലും മറ്റു മതവിഭാഗങ്ങളെയൊക്കെ തന്നെ തമ്മലടിപ്പിച്ചു കൊണ്ടുപോകുന്ന അത്തരത്തിൽ നേട്ടം കൊയ്യാൻ പോകുന്ന ചില ആളുകൾക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ മറുപടികൾ വീണ്ടും വീണ്ടും ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ധനസമാഹരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്വേഷ പ്രചരണങ്ങൾക്കും മറ്റുമൊന്നും ഇതിനൊന്നും അടിസ്ഥാനമില്ല. അതിനപ്പുറം ഇത് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്നുള്ള തലത്തിലേക്ക് ഈ ഒരു കാര്യം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിനായുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് ആപ്പ് വഴിയും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ഇത്തരത്തിൽ ഗൂഗിൾ പേ അതോടൊപ്പം തന്നെ മറ്റ് അക്കൗണ്ടുകൾ വഴിയൊക്കെ തന്നെ വലിയ തോതിൽ ഇതിനായുള്ള ഒരു ധനസമാഹരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നു. ബോബി ചെമ്മണ്ണൂരടക്കം ഇതിനായി മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു ധനസമാഹരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നിരുന്നു. അങ്ങനെ ഒരു പൊതുസമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നായി നിന്നുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ പല സാഹചര്യങ്ങളിലും ഇതുപോലെ തന്നെ ചികിത്സാ ധനസമാഹരണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളം ഇത്തരത്തിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി വരെ ഇത്തരത്തിൽ പണം സമാഹരിച്ച ചരിത്രമൊക്കെ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. ആ ചരിത്രങ്ങൾക്കപ്പുറമായി തന്നെ കൃത്യമായും ഇത്തരത്തിൽ ഒരു 34 കോടി രൂപ സമാഹരിക്കണമെന്ന് കേരളത്തോട് ഇത്തരം ഒരു ആവശ്യം മുമ്പിലേക്ക് വന്നപ്പോൾ കേരളം അതിനായി ഒന്നിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോചനദ്രവ്യത്തിനായി താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ ജയിലിൽ പോയി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ അബ്ദുൾ റഹീമിനെ എങ്ങനെയും രക്ഷിച്ചെടുക്കുക എന്നുള്ള കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി ഉയർന്നുകൊണ്ട് കേരളം ഒന്നടങ്കം മുമ്പോട്ട് വരികയും അങ്ങനെ കേരളം ഈ ഒരു 34 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ സംഘടനകളൊക്കെ തന്നെ അവർ വാർത്താസമ്മേളനം അടക്കം നടത്തിക്കൊണ്ട് ഈ ഒരു ഫണ്ട് സമാഹരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ അവർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായും തന്നെ അവർ ലോകത്തോട് അറിയിച്ചിരിക്കുന്നു. ഈ 34 കോടി രൂപ തങ്ങൾ സമാഹരിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. ഏകദേശം ഇനി ഒരു 2-3 ദിവസങ്ങൾ കൂടി മാത്രമേ അദ്ദേഹത്തിനെ രക്ഷിക്കാനായി ഇനി ബാക്കിയുള്ളൂ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വിവിധ സംഘടനകളുമായും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായും തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫണ്ട് എത്രയും വേഗം തന്നെ അവിടെ എത്തിക്കേണ്ടതിനായുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യേണ്ടതായുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉടൻ തന്നെ ഇപ്പോൾ ചെയ്യുമെന്നുള്ളതാണ് ഈ സംഘടനകളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ അവർ അറിയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഫണ്ട് കൃത്യമായും തന്നെ എത്തിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറി, കേരള സ്റ്റോറി ഇപ്പോൾ ഇവിടെ സാധ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി അബ്ദുൾ റഹീം ജയിലിലായിരുന്നു. ഈ സമാഹരിച്ച പണം നിലവിലെ സാഹചര്യത്തിൽ എംബസിക്ക് കൈമാറിക്കൊണ്ട് എംബസി വഴി ഇദ്ദേഹത്തെ എത്രയും വേഗം തന്നെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരു ലക്ഷ്യമായി തന്നെ നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു പണം ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ജിബിൻ പറഞ്ഞതുപോലെ തന്നെ റിയൽ കേരള സ്റ്റോറി, കേരളം ഇതിനു മുന്നും ഇത്തരം സംഭവങ്ങളിൽ ഒത്തുചേർന്നിട്ടുണ്ട്.